അങ്ങനെ സ്പൈഡർമാൻ ബ്രാൻഡ് ഇറങ്ങി. അത് കണ്ടതിന് ശേഷം അതിൻ്റെ എൻഡിങ്ങും പിന്നെ പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ കണ്ടിട്ട് ഒരുപാട് പേർക്ക് എന്താ ആ സംഭവം, അത് എങ്ങനെയാണ് നമ്മുടെ സ്പൈഡർമാനും അടുത്ത ഡൂംസ്ഡേയും സീക്രട്ട് വാർസ് ഒക്കെ ആയിട്ട് കണക്ട് ആകാൻ പോകുന്നതെന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാകും. സോ മൊത്തത്തിലുള്ള സ്പോയിലർ ആയിരിക്കും ഇതിൽ. അതായത് മൊത്തം ആ പടത്തിൻ്റെ റൺ ടൈമിൽ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ എൻഡിങ് എങ്ങനെയാണ്, അതിൻ്റെ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ എന്തിനൊക്കെയാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ മൊത്തത്തിലൊരു സ്പോയിലർ വീഡിയോ ആണ്. പടം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ മാക്സിമം കാണാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സേഡി സിങ്ങിൻ്റെ ക്യാരക്ടർ, അതായത് അതിലൊക്കെ ഇവർ മറിച്ചിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. സേഡി സിംഗ് ജീൻ ഗ്രേ എന്ന് നമുക്ക് ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, ജീൻ ഗ്രേ തന്നെയാണ് സേഡി സിംഗ്. ഇത് പടം ഇറങ്ങി അതിൻ്റെ പ്രീമിയറിൽ ഇൻ്റർവ്യൂവിൽ തന്നെ ഓൾറെഡി സ്പോയിലായിട്ടും ഉണ്ടായിരുന്നു. സോ അത് വലിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ഇതിൽ നമ്മുടെ ജീൻ ഗ്രേനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഒരു റാൻഡം ടെലിപ്പാത്തായിട്ട്, അതായത് DODC തകർത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് VMAX എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു സാധനം കണ്ടുപിടിക്കാൻ വേണ്ടി വരുന്ന പോലെയാണ് പുള്ളിക്കാരത്തിനെ കാണിച്ചിട്ടുള്ളത്. അതേസമയം നമ്മുടെ പീറ്റർ പാർക്കർ ആണെങ്കിൽ ന്യൂയോർക്കിലുള്ള ക്രൈംസ് ഒക്കെ ഫൈറ്റ് ചെയ്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലായിരിക്കും ഈ VMAX, അതായത് നമ്മുടെ ആ DODCനെ അറ്റാക്ക് ചെയ്തിട്ട് തുടർച്ചയായിട്ട് 4 അറ്റാക്കുകൾ ആ DODCക്ക് നേരെ വന്നിട്ടുള്ളതും. അങ്ങനെ ഒരു ടാങ്കർ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ പോയപ്പോൾ ഒരു അമ്മച്ചി ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ പുള്ളിക്ക് മനസ്സിലാവാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്തോ ഉണ്ടെന്ന്. മാത്രമല്ല ആ ടൈമിൽ തന്നെ പുള്ളിയുടെ മൈൻഡിലേക്ക് ഈ ജീൻ ഗ്രേ കയറാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ജീൻ ഗ്രേക്ക് കയറാൻ പറ്റത്തുണ്ടാവില്ല, കാരണം പുള്ളിനെ നമ്മുടെ സ്പൈഡർമാൻ്റെ സെൻസ് പുറത്തിട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ എങ്ങനെ പടത്തിൻ്റെ എൻഡിൽ നമ്മുടെ ജീൻ ഗ്രേ ആ സ്പൈഡർമാൻ്റെ ഉള്ളിൽ കയറിയെന്ന്. അതായത് ആ സ്പൈഡർമാൻ്റെ എൻഡിൽ തന്നെ നമ്മുടെ ജീൻ ഗ്രേ പറയുന്നുണ്ട്, അതായത് പണ്ടത്തെ പോലെയല്ല, ഞാൻ ഇപ്പോൾ പവർഫുൾ ആണ്, എനിക്ക് നിൻ്റെ മൈൻഡിൽ കയറാൻ പറ്റുന്നത്. പക്ഷേ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും, അത് അവൾ പവർഫുൾ ആയതുകൊണ്ടൊന്നുമല്ല നമ്മുടെ സ്പൈഡർമാൻ്റെ ഉള്ളിൽ കയറിയത്, അത് സ്പൈഡർമാൻ അലൗ ചെയ്തതുകൊണ്ടാണ്. കാരണം സ്പൈഡർമാൻ അവളെ അത് മൈൻഡിൻ്റെ ഉള്ളിൽ കയറ്റണമായിരുന്നു അവളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി പുള്ളി അലവ് ചെയ്തുകൊണ്ടാണ് ആ സ്പൈഡർമാൻ്റെ ഉള്ളിൽ ജീൻ ഗ്രേ കയറിയിട്ടുള്ളത്. മാത്രമല്ല ഇതിൽ നമ്മൾ ഓൾറെഡി കൺഫേംഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതായത് നമ്മുടെ യെലന ബെലയുടെ ബ്ലാക്ക് വിഡോയുടെ ക്യാരക്ടർ ഈ സ്പൈഡർമാൻ ബ്രാൻഡ് വരുന്നുള്ള കാര്യം. കാരണം അത് നമ്മുടെ ഷാങ്കായിൽ നടത്തുള്ള ഒരു കോമിക്കോണിൽ കെവിൻ ഫേഗ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഡൂംസ്ഡേക്ക് മുമ്പേ യെലേന ബെലോനെ നമ്മൾ പടത്തിൽ തന്നെ കാണുന്നുള്ളത്. ഡൂംസ്ഡേക്ക് മുമ്പ് ഒരു പടമുള്ളൂ സ്പൈഡർമാൻ ആണ്. സോ എല്ലാവരും കൺഫേംഡ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ പുള്ളിക്കാരത്തി, അതായത് ഈ DODCനെ കുറിച്ചിട്ട് ഇങ്ങനെ ഈ അറ്റാക്കൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നതെന്നൊക്കെ ഉള്ള ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ബ്ലാക്ക് വിഡോയുടെ അടുത്ത്, അതായത് ബ്ലാക്ക് വിഡോയുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും സ്പൈഡർമാനും പീറ്റർ പാർക്കറിനെയൊന്നും നമ്മുടെ ഈ അവഞ്ചേഴ്സിനും ആർക്കൊന്നും അറിയില്ലല്ലോ എന്ന്. ആക്ച്വലി സ്പൈഡർമാനെ എല്ലാവർക്കും അറിയാം. അതായത് സ്പൈഡർമാൻ അവഞ്ചേഴ്സിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ളതും സ്പൈഡർമാൻ ഇവരായിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഒക്കെ അവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷേ ആ സ്പൈഡർമാൻ്റെ ഉള്ളിലുള്ള ആ മുഖമായിരിക്കും എല്ലാവരും മറന്നിട്ടുണ്ടാവുക. സോ സ്പൈഡർമാൻ എന്ന ക്യാരക്ടർ എല്ലാവർക്കും അറിയാം, നമ്മുടെ അവഞ്ചേഴ്സിനും എല്ലാവർക്കും അറിയാം. അത് നമ്മുടെ ബ്രൂസ് ബാനർ തന്നെ പറയുന്നുണ്ട്. അതായത് സ്പൈഡർമാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിനെ വിളിക്കുന്നുണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മുടെ സ്പൈഡർമാൻ ആ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു, അതായത് പുള്ളിയുടെ ആ അറാക്നൈഡ് DNA പുള്ളിയുടെ ഹ്യൂമൻ DNAനേക്കാളും കൂടുതലായിട്ട് എന്തുകൊണ്ട് ഇൻക്രീസ് ആവുന്നു, അത് പുള്ളിയുടെ ആ പാസ്റ്റ് ട്രോമയും പുള്ളിയുടെ ആ ടെൻഷൻ ആൻസൈറ്റി ഒക്കെ കാരണമാണ്. പുള്ളിയുടെ ആ ട്രോമയൊക്കെ കാരണമാണ് പുള്ളിക്ക് ആ അറാക്നൈഡ് DNA ഇങ്ങനെ ഷൂട്ടപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രധാന പ്രശ്നം പിന്നീട് അതിന് എന്ത് സംഭവിച്ചതെന്ന് ക്ലിയർ ആയിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടില്ല. അതായത് അത് എപ്പോൾ വരുന്നോ, അത് എങ്ങനെയാണ് വരികയെന്നോ, അത് നമ്മുടെ സ്പൈഡർമാൻ കൺട്രോൾ എടുക്കാൻ പഠിച്ചെന്നോ, ഓൾമോസ്റ്റ് കൺട്രോൾ എടുത്ത പോലെ തന്നെയാണ് ഉള്ളത്. പക്ഷേ അതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് ഇനി വരുന്ന പടങ്ങളിൽ അറിയായിരിക്കും. അങ്ങനെ ആ മ്യൂട്ടേഷൻ കാരണം നമുക്ക് സ്പൈഡർമാന് പുള്ളിയുടെ മര്യാദയ്ക്കുള്ള വെബ് ഷൂട്ടേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ വെബ് ഷൂട്ടേഴ്സും ഓർഗാനിക് വെബ് ഒരുമിച്ച് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അങ്ങനെ ഈ മ്യൂട്ടേഷനൊക്കെ സപ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഇതേപോലൊരു സംഭവമൊക്കെ സപ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരാളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രെയിലറിൽ കണ്ടുള്ള പോലെ തന്നെ ബ്രൂസ് ബാനറിൻ്റെ അടുത്ത്. അങ്ങനെ നമ്മുടെ ജീൻ ഗ്രേ ഓൾറെഡി നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അതെങ്ങനെ അതായത് ജീൻ ഗ്രേ പീറ്റർ പാർക്കറിൻ്റെ ഐഡൻറ്റിറ്റി കണ്ടുപിടിച്ചെന്ന്. ഓൾറെഡി പുള്ളിക്കാരത്തി നമ്മുടെ സ്പൈഡർമാൻ്റെ മൈൻഡിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ കുറച്ച് സെക്കൻഡുകൾ പുള്ളിക്കാരത്തി ഉള്ളിൽ കയറും, എന്നിട്ടായിരിക്കും സ്പൈഡർമാൻ്റെ സെൻസ് പുള്ളിനെ പുറത്തിട്ടുണ്ടാവുക. പക്ഷേ ആ ഒരു കയറിയ ടൈമിൽ സ്പൈഡർമാൻ്റെ മുഖം, അതായത് പീറ്റർ പാർക്കറിൻ്റെ മുഖം പുള്ളിക്കാരത്തി കാണുന്നുണ്ടാവും. സോ അത് വെച്ചിട്ട് നമ്മൾ സ്പൈഡർമാൻ എങ്ങനെയാണ് ഈ ജീൻ ഗ്രേനെ ട്രാക്ക് ചെയ്തത്, അതേപോലെ തന്നെ അവൾ നമ്മുടെ ഈ പീറ്റർ പാർക്കറിനെ ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ സ്പൈഡർമാൻ താമസിക്കുന്ന ആ സ്ഥലത്ത് തന്നെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് പിന്നെ ഇഷ്ടം പോലെ ഇൻഫർമേഷൻ പുള്ളിനെ കുറിച്ച് കിട്ടുമല്ലോ. അതായത് നമ്മുടെ പീറ്റർ MJക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ള ലെറ്ററും എല്ലാ കാര്യങ്ങളൊക്കെ പുള്ളി നമ്മുടെ ജീൻ ഗ്രേക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഇതിൽ ഇമോഷൻ സീൻസാണ്. അതായത് ഇതിൽ വെച്ച് നമ്മുടെ സ്പൈഡർമാനെ വെച്ച് കളിക്കായിരുന്നു പെണ്ണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് തന്നെ സങ്കടമായിപ്പോയി. അതായത് ഈ ചെക്കൻ MJനൊക്കെ തിരിച്ച് കിട്ടി എന്നുള്ളൊരു സന്തോഷത്തിൽ നമ്മളും തിയേറ്ററിൽ ആ സന്തോഷത്തിലിരിക്കും. സ്പൈഡർമാൻ MJ തിരിച്ചറിഞ്ഞ ലെവലിൽ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവളുടെ ഒരു ട്വിസ്റ്റ് വെച്ചിട്ട് വേണ്ടായിരുന്നു പാവം ചെറുക്കൻ. അങ്ങനെ ഇപ്പോൾ പീറ്ററിൻ്റെ ആ സ്ഥലത്ത് എത്തിയതുകൊണ്ടാണ് നമ്മുടെ സേഡി സിങ്ങിന് മനസ്സിലായിട്ടുള്ളത്, അതായത് പുള്ളിക്ക് വേണ്ടപ്പെട്ടുള്ള ആളാണ് MJ എന്നുള്ള കാര്യം. പക്ഷേ ആ ലെറ്ററിലൊന്നും ചിലപ്പോൾ നെഡിൻ്റെ കാര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നെഡിനെ കുറിച്ച് സേഡി സിങ്ങിന് അറിയാത്തത്. അങ്ങനെ MJനെ സേഫാക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രാങ്കിൻ്റെ അടുത്തേക്ക് സ്പൈഡർമാൻ കൊണ്ടുപോകും. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് ഇവളുടെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ തന്നെ പുള്ളിയുടെ EV വെച്ചിട്ട് കണ്ടുപിടിക്കുന്നത്. EV എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്പൈഡർമാൻ്റെ ഇതിൽ പുതിയ AI ആണ്. അത് പുള്ളി തന്നെ ഡെവലപ്പ് ചെയ്തതാണ്. അതായത് അത്യാവശ്യം കുറച്ച് ടെക്കൊക്കെ അറിയുന്ന ആൾ തന്നെയാണ് നമ്മുടെ സ്പൈഡർമാനും, അതായത് പീറ്റർ പാർക്കറും. സോ അത് വെച്ചിട്ട് പുള്ളി തന്നെ ആ സൂട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ അത് വെച്ചിട്ട് ആ EVയും പിന്നെ നമ്മുടെ ഈ ജീൻ ഗ്രേയുടെ പവേഴ്സ് എങ്ങനെ ട്രാൻസ്മിറ്റ് ആവുന്നു, അതായത് 33 ഫീറ്റാണ്
അവൾക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു റേഞ്ചിലുള്ളവരെ മാത്രമേ അവൾക്ക് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പടത്തിൻ്റെ എൻഡിലേക്ക് അത് മാറും, അത് കൂടുതൽ പവർഫുൾ ആവും. സോ അത് വെച്ചിട്ട് നമ്മളെ സ്പൈഡർമാൻ ആ ജീൻ ഗ്രേ ആരാണെന്നുള്ളത് കണ്ടുപിടിക്കും. അപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ അതിലൊരു കാര്യം കൂടി മനസ്സിലാകുന്നുണ്ട്, അതായത് നമ്മുടെ ജീൻ ഗ്രേക്ക് ഒരു ചേച്ചിയും കൂടി ഉണ്ടെന്ന്, അതായത് ഒരു സിസ്റ്ററും കൂടി ഉണ്ടെന്ന്, ഒലിവിയ ഗറ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പുള്ളിക്കാരത്തിനെ ഈ DODC പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെ അവളെ എന്തുകൊണ്ടാണ് പിടിച്ചു കൊണ്ടുപോയിട്ടുള്ളത് മാത്രമല്ല, അവൾ ഓൾറെഡി VMAX എന്ന് പറഞ്ഞിട്ട് ഒരു ടെലിപാത്തിക്കലി ഒരു മെസ്സേജ് നമ്മുടെ ഈ ജീൻ ഗ്രേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ DODCയിൽ ഈ VMAX എന്താണെന്ന് തപ്പിയിട്ട് ഈ ജീൻ ഗ്രേ ഇതിന് വരുന്നത് തന്നെ. പക്ഷെ ആ പടത്തിൽ തന്നെ ഈ ഒലീവിയ നമ്മുടെ ജീൻ ഗ്രേനെ കൺട്രോൾ ചെയ്യുന്ന പോലും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവളും, അതായത് ഈ പടത്തിൽ തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും ഈ ജീൻ ഗ്രേ ഈ ഒലീവിയനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു ടെലിപാത്താണെന്ന്. പക്ഷേ എങ്ങനെ ആ ഒലീവിയയ്ക്ക് ജീൻ ഗ്രേനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആലോചിക്കുന്നത്. ആ ടൈമിൽ ജീൻ ഗ്രേ അവളുടെ പവേഴ്സ് ഒന്നും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഐ മീൻ പവേഴ്സൊക്കെ ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ടേ ഉള്ളൂ. ഒരു ട്രെയിനിങ് സെഷൻ പോലെ തന്നെ ആയിരിക്കും അവിടെ കാണിച്ചിട്ടുണ്ടാവുക. സോ ആ ഒരു ടൈം ആയതുകൊണ്ടായിരിക്കും ഒലിവിയയ്ക്ക് ജീൻ ഗ്രേനെ ചിലപ്പോൾ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റിയത്. ഈ ജീൻ ഗ്രേ എന്ന് പറയുന്നത് തന്നെ ഒരു ഒമേഗ ലെവൽ മ്യൂട്ടൻ്റ് ആണ്. അതായത് ഒരുപാട് ലെവൽസ് ഉണ്ട് ഈ മ്യൂട്ടൻസിൽ. അതിൽ ഒമേഗയുടെ തൊട്ട് താഴെയുള്ളതാണ് ആൽഫ ലെവൽ. ആ ആൽഫ ലെവലിലുള്ളതാണ് നമ്മുടെ പ്രൊഫസർ എക്സും നമ്മുടെ ഈ മാഗ്നീറ്റോയൊക്കെ. അതിന് മുകളിലാണ് ഒമേഗ, അതാണ് നമ്മുടെ ജീൻ ഗ്രേ. പിന്നെ ഈ ഒരു പടത്തിൽ നമ്മുടെ എക്സ്മെൻ എന്നുള്ള ആ ടേം യൂസ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം ഇതിൽ ഓൾറെഡി മ്യൂട്ടൻസ് എന്നുള്ള രീതിക്ക് വേറെ തന്നെ സംഭവങ്ങളായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക. അതായത് നമ്മുടെ നെമോറിനെ ഒരു മ്യൂട്ടൻ്റ് ആയിട്ടായിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഇതിൽ സ്പൈഡർമാനെ തന്നെ മ്യൂട്ടനെ പോലെയാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കമലാഖാനെ മ്യൂട്ടൻ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതേപോലെ പവേഴ്സ് കിട്ടിയിട്ടുള്ള ഒരു മ്യൂട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിട്ടായിരിക്കും ജീൻ ഗ്രേനെ ഇതിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. കാരണം എക്സ്മെൻസ് എന്നുള്ള ഒരു സംഭവം ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല ഇതുവരെ. ഇതിൽ നമ്മുടെ ജീൻ ഗ്രേയുടെ ഒറിജിനൊന്നും കാണിച്ചിട്ടില്ല. കാരണം മാർവലിൻ്റെ പ്രൊഡക്ഷനിൽ അടുത്ത എക്സ്മെൻ്റെ ഒരു പടം ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് റിപ്പോർട്ട്സൊക്കെ അനുസരിച്ചിട്ട്. സോ ആ ഒരു പടത്തിലായിരിക്കും ചിലപ്പോൾ ഈ മ്യൂട്ടൻസിൻ്റെ ഒക്കെ ഒറിജിൻ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതിനുശേഷമാണ് നമ്മുടെ മെയിൻ സാധനം, അതായത് ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ഫൈറ്റ്. ആക്ച്വലി ആ DODCയിലാണ് ഈ ഫൈറ്റ് നടക്കുന്നത്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ആ DODCയിൽ നമ്മുടെ ഈ ബ്രൂസ് ബാനർ എന്താണ് പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഈ മ്യൂട്ടൻസിനൊക്കെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ DODCനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൂസ് ബാനർ അവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഓൾറെഡി ബ്രൂസ് ബാനറിനെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ജീൻ ഗ്രേ അങ്ങോട്ട് കൊണ്ടുവന്നായിരിക്കാം. ഇനി ആ ഫൈറ്റിൽ തന്നെ സ്പൈഡർമാൻ തത്തയ്ക്ക് പറയുന്ന പോലെ ആ പെണ്ണുമ്പിളുടെ അടുത്ത് പറയുന്നുണ്ട്, നീ ബാക്കിയുള്ളവരടുത്ത് ഡീൽ ചെയ്യുന്ന പോലെയല്ല, നീ ഡീൽ ചെയ്യുന്ന ഹൾക്കിൻ്റെ അടുത്ത് ആ പൊന്നു മോളെ പണി വാളെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ആര് കേൾക്കാൻ. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മുടെ ജീൻ ഗ്രേ കൺട്രോൾ എടുക്കുന്നത് പ്രൊഫസർ ഹൾക്കിനെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഹൾക്കിനെ അങ്ങനെ പെട്ടെന്ന് കൺട്രോൾ എടുക്കാൻ പറ്റുമോ നോക്കൂ. ആക്ച്വലി ഇതിന് മുമ്പ് നമ്മുടെ ഹൾക്കിനെ കൺട്രോൾ ചെയ്യുന്ന പോലെ നമ്മുടെ സ്കാർലറ്റ് വിച്ചിനെ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സ്കാർലറ്റ് വിച്ച് മൊത്തമായിട്ട് കൺട്രോൾ എടുക്കുന്ന പോലെ ഒന്നും കണ്ടിട്ടില്ലെങ്കിലും പുള്ളിയുടെ മൈൻഡ് മൊത്തം കൊളാപ്സ് ആവുന്ന പോലെ കണ്ടിട്ടുണ്ടാവും ഏജ് ഓഫ് അൾട്രോണിൽ തന്നെ. അതുപോലെ ഒരു സംഭവം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. കാരണം ജീൻ ഗ്രേക്ക് ശരിക്കും നമ്മുടെ ഹൾക്കിനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പ്രൊഫസർ ഹൾക്കിനെ ടേക്ക് ഓവർ ചെയ്തെങ്കിലും അത് നമ്മുടെ ബ്രൂസ് ബാനറുടെ മൈൻഡാണ്. അങ്ങനെ അവിടെ നമ്മുടെ ഈ ഹൾക്ക് വേഴ്സസ് സ്പൈഡർമാൻ എന്നുള്ള ഈ ഫൈറ്റ് നടക്കുമ്പോഴാണ് പുള്ളിക്കാരത്തി വീണ്ടും ഈ മൈൻഡ് കൺട്രോളിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ അവർക്ക് തന്നെ തലവേദന എടുക്കുന്നുണ്ട്. കാരണം മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ വേറെ ഒരുത്തനും കൂടി ഉണ്ട്, ദോജി ഹൾക്ക്. അങ്ങനെ ഇവളുടെ ഈ മൈൻഡ് കൺട്രോളിങ് ട്രിഗർ ആയിട്ടായിരിക്കണം നമ്മുടെ ഒറിജിനൽ ഹൾക്ക് പുറത്ത് വരുന്നത്. അങ്ങനെ ആ ഒറിജിനൽ ഹൾക്ക് പുറത്ത് വന്നതും അഫ്കോഴ്സ് ചേച്ചിക്ക് മൈൻഡ് കൺട്രോളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഹൾക്കിൻ്റെ അഴിഞ്ഞാട്ടം അടിയോട്ടടി മറ്റേ ലോക്കിനൊക്കെ എടുത്തിട്ട് അലക്കുന്ന പോലെയാണ് നമ്മുടെ സ്പൈഡർമാനെ അലക്കാൻ നോക്കിയത്. പക്ഷേ അത് സ്പൈഡർമാനാണ് എസ്കേപ്പായി. പിന്നെ ഓൾറെഡി നമ്മുടെ സ്പൈഡർമാൻ യൂസ് ചെയ്യുന്ന ഹൾക്കിനെ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഷോക്കർ പോലത്തെ ഡിവൈസ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഹോം കമ്മിൽ കണ്ടിട്ടുള്ള ആ ഷോക്കറിൻ്റെ ആ സെയിം സാധനം തന്നെയാണ് ഇതിൽ എൻഹാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ആ DODCയിൽ തന്നെ അവർ പറയുന്നുണ്ട് അത്. പിന്നെ ഈ ഫൈറ്റിൻ്റെ അവസാനത്തോടെ എത്തുമ്പോൾ നമ്മൾ ഏജ് ഓഫ് അൾട്രോണിൽ നമ്മുടെ ആ ഹൾക്കിന് കുറച്ച് നേരത്തേക്ക് പുള്ളിയുടെ ആ മൈൻഡൊക്കെ റിക്കവർ ആവുന്ന പോലെ ഒരു സീൻ കാണിച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും അയൺമാൻ്റെ ഒരു കുത്തു വന്നിട്ടുണ്ടാവുക. അതേപോലെ ഒരു സീൻ തന്നെ ഇതിലും ഉണ്ട്. അതായത് നമ്മുടെ സ്പൈഡർമാൻ ഞാനാണ് പീറ്റർ പാർക്കർ ആണെന്നൊക്കെ പറയുമ്പോൾ തന്നെ പുള്ളി എന്തോ ഒരു മൊത്തത്തിൽ അതിൽ നിന്നൊക്കെ പുറത്ത് വന്നിട്ട് എന്തൊക്കെയോ മനസ്സിലായ പോലെ നമ്മുടെ ഹൾക്ക് ഇരിക്കുന്ന പോലെയും, പിന്നെ പുള്ളി ആ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്ങിൽ നിന്ന് കൈവിട്ട് താഴേക്ക് വീഴുന്ന പോലെ ഇരിക്കും കാണിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അപ്പോൾ ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഓ അപ്പോൾ ഹൾക്കിന് പീറ്റർ പാർക്കറിന് ഓർമ്മയുണ്ട് എന്നൊക്കെയുള്ള രീതിക്കാണ് ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ടൈമിലേക്ക് ചിലപ്പോൾ നമ്മുടെ ബ്രൂസ് ബാനറിൻ്റെ ആ ഒരു മൈൻഡായിരിക്കും വന്നിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ഈ ഇവിടുന്ന് താഴെ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ പുള്ളി വീണ്ടും ബ്രൂസ് ബാനർ ആവുമെന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി താഴെ വീണുന്നതും അതിനുശേഷം പുള്ളി നമ്മുടെ ബ്രൂസ് ബാനർ ഫോമിലേക്കായി മാറുന്നതും. അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ പുള്ളിയുടെ മ്യൂട്ടേഷനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിപ്പ് പോലത്തെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേ സാധനം കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ജീൻ ഗ്രേക്ക് വേണ്ടിയിട്ട് പുള്ളി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക. അതേ ഒരു സാധനം ഇപ്പോൾ ജീൻ ഗ്രേ അല്ല, ഹൾക്കാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് മനസ്സിലാക്കിയിട്ട് ആ സാധനം ഹൾക്കിന് വെക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഹൾക്കിന് സ്കിന്ന് അത്രയും ഡ്യൂറബിൾ ആയതുകൊണ്ട് പുള്ളിക്ക് അത് വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആ ഫൈറ്റിൻ്റെയൊക്കെ എൻഡിൽ എങ്ങനെയൊക്കെയോ ആ സാധനം നമ്മുടെ ജീൻ ഗ്രേയുടെ ഉള്ളിൽ പുള്ളി ഫിക്സ് ചെയ്യും. ആ ടൈമിലാണ് മെയിൻ വില്ലൻ ജീൻ ഗ്രേ അല്ല, ആ DODCയിൽ ആ ചങ്ങായിയാണെന്ന് മനസ്സിലാവുന്നതും. അതായത് പുള്ളിക്കാരത്തിൻ്റെ സിസ്റ്ററിനെ കൊണ്ടുവന്നിട്ട് ഇവരിങ്ങനെ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തുകൊണ്ടാണ് അവൾ ഇതൊക്കെ തേടി പിടിച്ചിങ്ങോട്ട് വന്നതെന്നും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും സ്പൈഡർമാൻ അപ്പോൾ അറിയത്തുണ്ടായിരുന്നില്ല. കാരണം ഇവളാണ് വില്ലത്തിൽ നിന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പുള്ളിക്ക് തന്നെ മനസ്സിലാകുന്നത് ആ വില്യം പുള്ളിനെ തന്നെ പറ്റിച്ചാണെന്ന് പറഞ്ഞിട്ട് ഇവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പീറ്റർ
പീറ്റർ പാർക്കർ വരുന്നത്. ആ ടൈമിലേക്ക് ഓഫ് കോഴ്സ് നമ്മുടെ ജീൻ ഗ്രേ അവിടെ ഫുൾ പവേഴ്സ് അൺലോക്ക് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആ അൺലോക്ക് ചെയ്ത പവേഴ്സ് ചെയ്തിട്ട് മൊത്തം ആ സിറ്റീനെ തന്നെ ജീൻ ഗ്രേ ഫ്രീസ് ചെയ്തിട്ട് അവളുടെ കൺട്രോളാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പുറത്തുനിന്ന്, അതായത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പുറത്ത് നിന്നിട്ട് നമ്മുടെ ഫ്രാങ്ക് കാസിൽ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നൈപ്പറൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ടൈമിലായിരിക്കും നമ്മുടെ സ്പൈഡർമാനും പിന്നെ ഈ ജീൻ ഗ്രേ കൺട്രോൾ ചെയ്തിട്ടുള്ള ഹാൻഡും തമ്മിലുള്ള ഈ ഫൈറ്റൊക്കെ നടക്കുന്നത്. ശരിയാണ്, എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്രിസൺ ഫൈറ്റാണ്, അതിൽ നമ്മുടെ ഡെയർ ഡബിൾ വരും, പണിഷർ വരും, അങ്ങനെ കുറേ പേരൊക്കെ വരുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ആരുമില്ല, പേടിക്കണ്ട. അങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ ഫുൾ പവേഴ്സ് അൺലീഷ് ചെയ്യാൻ കാരണം തന്നെ അവർക്ക് മനസ്സിലായത് വി മാക്സ് എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു സ്ഥലമൊന്നുമല്ല, അതിന് മുകളിലുള്ള ഒരു എ സി ഡക്റ്റ് പോലത്തെ ഒരു സാധനമാണ്. അതായത് അവൾ ഫസ്റ്റായിട്ട് ഷെയർ ചെയ്തിരിക്കുന്ന മെസ്സേജ് തന്നെ അതാണ്. അതായത് അവൾ അവസാനമായിട്ട് കണ്ടിരിക്കുന്ന ആ ഒരു റൂമെന്ന് ഇപ്പോൾ അവളിരിക്കുന്ന ആ റൂമാണ്. അതിനുശേഷം അവൾ മരിച്ചു, അതാണ് സംഭവം. അവൾക്ക് മനസ്സിലായി ചേച്ചീനെ കൊന്നത്, സിസ്റ്ററിനെ കൊന്നത് ഇവരാണെന്ന് പറഞ്ഞിട്ടാണ് അവളുടെ ഫുൾ പവേഴ്സ് ഇമോഷണലി അൺലോക്ക് ആവുന്നത്. അങ്ങനെ ആ ടൈമിൽ നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ മൈൻഡിലേക്കുള്ളിൽ നമ്മുടെ പീറ്ററിനെ അലോ ചെയ്തിട്ട് അവൾ കയറി അങ്ങനെ ആൻഡ്മേൻ്റെ കുറച്ച് സംസാരമൊക്കെ കേട്ടിട്ട് അവൾ തന്നെ അവളുടെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട്, അതായത് നമ്മുടെ പീറ്റർ പാർക്കറിൻ്റെ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഗ്രേറ്റ് പവേഴ്സ് വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒരു ലൈനും കൂടി കുറവേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ സ്പൈഡർമാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ആൻഡ്മേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ മനസ്സ് തിരുത്തും. ആ ഒരു ടൈമിലായിരിക്കും നമ്മുടെ പഹയെ സ്നൈപ്പറും വെച്ചിട്ട് ഈ ജീൻ ഗ്രേനെ കൊല്ലാൻ നോക്കുന്നത്. അങ്ങനെ പുള്ളി ഷൂട്ട് ചെയ്തതും അത് ഈ ജീൻ ഗ്രേക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പീറ്റർ പാർക്കർ കയറി അങ്ങ് പൊത്തും. അങ്ങനെ പുള്ളിക്ക് വെടികൊള്ളും. അതിനുശേഷം അവിടെ ഓൾറെഡി ലീക്കിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ നമ്മുടെ സ്പൈഡർമാനെ പൊക്കി എടുത്തുകൊണ്ട് നമ്മുടെ പണിഷർ തന്നെ പുറത്തോട്ട് വരും. പിന്നെ പുള്ളിയുടെ മുഖം കാണാതെ എല്ലാവരും ട്രീറ്റൊക്കെ ചെയ്തിട്ട് അത് നമ്മുടെ പണിഷർ തന്നെയായിരിക്കും കൂടെ ഇരുന്നെല്ലാം നോക്കുന്നത്. അങ്ങനെ കുറച്ച് കോമഡി പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ ആ കഫേയിൽ നിൽക്കുമ്പോൾ നമ്മുടെ നെഡിനെ കാണുന്ന പോലെയും നെഡിൻ്റെ അടുത്ത് പുള്ളിയുടെ ആ പഴയ ഹോം കമ്മിങ്ങിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഹാൻഡ് ഷേക്ക് ചെയ്യുന്ന പോലെയും അതിൻ്റെ എൻഡിൽ നമ്മുടെ നെഡ് പീറ്റർ എന്ന് വിളിക്കുന്ന പോലെയുണ്ട്. ഇവിടെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അത് ആ ഒരൊറ്റ ഹാൻഡ് ഷേക്കിൽ കൂടെ നമ്മുടെ നെഡിന് ഓൾറെഡി പീറ്റർ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ, അതായത് ഒറിജിനൽ പീറ്റർ പാർക്കറിനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വന്നു. ആക്ച്വലി അങ്ങനെ ഒരു രീതിക്ക് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിക്കാനുള്ളത് പോലെ ആയിരിക്കും. ഒരു പക്ഷേ അവിടെ വന്നിട്ടുണ്ടാവും, ഒരു പക്ഷേ പുള്ളിയുടെ ആ മെമ്മറീസ് ഒന്നും വന്നിട്ടുണ്ടാവില്ല. ഇനി ഞാൻ വന്നിട്ടുണ്ടാവില്ല എന്നുള്ള കാരണം ഞാൻ എന്തുകൊണ്ടാണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും അപ്പോൾ എങ്ങനെയാണ് ആ നെഡ് അവിടെ പീറ്റർ എന്നുള്ള പേര് വിളിച്ചതെന്നല്ലേ. ഓൾറെഡി നമ്മുടെ MJക്ക് അറിയാം ഈ പീറ്റർ പാർക്കറാണ് ഇപ്പോൾ സ്പൈഡർമാൻ എന്നുള്ള കാര്യം. അതായത് പഴയ മെമ്മറീസ് ഒന്നും ഉണ്ടെന്നല്ല, അതായത് നമ്മുടെ സ്പൈഡർമാൻ ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രാങ്ക് കാസിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ടുള്ള ആ സമയത്ത് നമ്മുടെ സ്പൈഡർമാൻ ഇവളുടെ അടുത്ത് പോയി എല്ലാ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ അത് ആക്സിഡൻ്റലി നമ്മുടെ MJ കണ്ടിട്ട് അവൾ എന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവൾ എന്നെ പറയും. അതായത് നമ്മുടെ ഗമോറ സ്റ്റാർലോഡിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെ. അതായത് നീ സ്നേഹിച്ചത് ആ പെണ്ണിനാണ്, ആ പെണ്ണല്ല ഞാൻ വേറെയാണ്, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, അവൾക്ക് നിന്നെ ഇഷ്ടമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചങ്ങായിനെ ബ്രേക്കപ്പ് ചെയ്തു. അങ്ങനെ അതിനുശേഷം നമ്മുടെ പീറ്റർ പാർക്കർ MJയും കൂടി നെഡിൻ്റെ അടുത്ത് പോകുന്നതും അങ്ങനെ അവർ അവിടെ ആ സ്പൈഡർമാൻ സൂട്ടിൽ തന്നെ നമ്മുടെ പീറ്റർ പാർക്കർ അവരുടെ അടുത്തൊക്കെ ഇൻട്രാക്ട് ചെയ്യുന്ന പോലെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പക്ഷേ സ്പൈഡർമാൻ പോയതിന് ശേഷം നമ്മുടെ MJ ചിലപ്പോൾ ഈ നെഡിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുള്ള കാര്യവും പിന്നെ അതേപോലെ തന്നെ ഈ പീറ്റർ പാർക്കറാണ് നമ്മുടെ സ്പൈഡർമാൻ്റെ ഒറിജിനൽ പേര് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും പീറ്റർ പാർക്കറിൻ്റെ ആ മുഖം അറിയത്തില്ലെങ്കിലും ഫസ്റ്റ് പുള്ളി ആ ഹാൻഡ് ഷേക്ക് ചെയ്തതിന് ശേഷം പീറ്റർ എന്നുള്ള പേര് വിളിക്കുന്നത്. ഇനി ആർക്കറിയാം, ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു ഹാൻഡ് ഷേക്കിൽ കൂടെ നമ്മുടെ സ്പൈഡർമാൻ്റെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ അവർക്ക് അൺലോക്ക് ആയിട്ടുണ്ടാവും. അതിൻ്റെ ഇവിടേക്ക് എനിക്ക് ഡൗട്ടുള്ളത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി നമ്മുടെ ആ ജീൻ ഗ്രേ ആ മൊത്തം സിറ്റി തന്നെ കൺട്രോൾ എടുക്കുമ്പോൾ നമ്മുടെ MJ കരയുന്ന പോലെ ഇരിക്കും. അത് MJയും നെഡും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പോലെയും MJ കരയുന്ന പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ ആ മൈൻഡ് കൺട്രോളിങ് കാരണം ഒരു പക്ഷേ നമ്മുടെ ആ പീറ്റർ പാർക്കറിനെ കുറിച്ചുള്ള മെമ്മറീസൊക്കെ MJക്ക് ട്രിഗർ ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതിനെക്കുറിച്ച് പിന്നെ ഒരു ലീഡും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷേ പുള്ളിക്കാരത്തെ ട്രിഗർ ആയിട്ട് ആ ഓർമ്മകളൊക്കെ വന്നുകൊണ്ടായിരിക്കണം അങ്ങനെ കരയുന്നത്. അതിനുശേഷം വീണ്ടും നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ ആ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ റിക്കവറായി. അതായത് പുള്ളിക്ക് ഇപ്പോൾ തന്നെ ഹാപ്പിയായി. കാരണം എല്ലാവരും പുള്ളി റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ എല്ലാവരും അവിടെ ഒരു ഹീറോനെ പോലെ കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. പുള്ളിക്ക് അത് ഒരുപാട് സന്തോഷമായി. പിന്നെ വീണ്ടും നമ്മുടെ സ്പൈഡർമാൻ പുള്ളിയുടെ ഡെയിലി ക്രൈംസൊക്കെ ഫൈറ്റ് ചെയ്യുന്ന ആ രീതിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എല്ലാ ക്രെഡിറ്റ്സൊക്കെ ഓടിയതിന് ശേഷമാണ് ഒരു സാധനം വരുന്നത്, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ. അതായത് ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ട ടൈമിൽ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. ഒരുപാട് പേര് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ നമ്മുടെ വെനം വരും, മറിച്ചത് വരും, തേങ്ങ വരുന്നതാണ്. ഒരു തേങ്ങ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ആ നമ്മുടെ ആ സ്പൈഡർമാൻ്റെ നെറ്റ് കണ്ടുപിടിച്ചിട്ടുള്ള ആ സ്പൈഡി ട്രാക്കർ കാണിച്ചുകൊണ്ട് അങ്ങ് നിർത്തി. ഇനി ആ സ്പൈഡി ട്രാക്കർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. അതായത് സ്പൈഡർമാൻ റീസെൻ്റ് ആയിട്ട് പോയിട്ടുള്ള ആ സ്ഥലങ്ങളൊക്കെ വെച്ചിട്ട് സ്പൈഡർമാൻ എവിടെയാണെന്നുള്ള ഏകദേശമുള്ള ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിയുടെ ആ ട്രാക്ക് എന്ന സാധനമാണ് ഈ സ്പൈഡി ട്രാക്കർ എന്ന് പറയുന്നത്. പക്ഷേ ആ സ്പൈഡി ട്രാക്കർക്ക് സ്പൈഡർമാൻ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേസമയം അതിങ്ങനെ സൂമായിട്ട് വരുന്നു. ആ സൂം ആവുന്ന ടൈമിൽ ഒരു ഗ്ലിച്ച് ആവുന്നു. അതിനുശേഷം നേരെ നമ്മുടെ ഭൂമിക്ക് പുറത്ത് സ്പേസാണ് കാണിക്കുന്നത്.
അങ്ങനെ ആ സ്പേസിൽ എവിടെയോ ഒരു സ്ഥലത്ത് സ്പൈഡർമാൻ ലൊക്കേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇതാണ് ആ പോസ്റ്റ് ക്രെഡിറ്റ് സീന്. അതിനുശേഷം സ്ക്രീനിൽ നമ്മുടെ സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്പൈഡർമാൻ വിൽ റിട്ടേൺ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എപ്പോൾ റിട്ടേൺ ആണെന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഡൂംസ്റ്റേക്ക് പുള്ളി വരുന്നുള്ള കാര്യമോ സീക്രട്ട് വാർസിൽ പുള്ളി വരുന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഒരു പക്ഷേ ചിലപ്പോൾ ഡൂംസ്റ്റേയിൽ പുള്ളി ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഡൂംസ്റ്റേയിൽ പുള്ളി ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും സീക്രട്ട് വാർസിൽ പുള്ളി ഉണ്ടാവുന്നുള്ള കാര്യം കൺഫേം ആണ്. ഇനി അടുത്തൊരു കാര്യമാണ്, അതായത് ഇതിലിപ്പോൾ സ്പൈഡി ട്രാക്കറിനെയാണ് ട്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, പീറ്റർ പാർക്കറിനെയല്ല ട്രാക്ക് ചെയ്യുന്നത്. പക്ഷേ ഇനി അത് ഏത് സ്പൈഡർമാനെയാണ് ആ സ്പൈഡി ട്രാക്കർ ട്രാക്ക് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ വരും. ആക്ച്വലി ഇതിന് 3 എക്സ്പ്ലനേഷൻസ് ഉണ്ട്. അത് മെയിനായിട്ട് 3 നമ്മുടെ ഡൂംസ്റ്റേയും സീക്രട്ട് വാർസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതായത് ഡൂംസ്റ്റേയിൽ തന്നെ ആ ട്രെയിലറിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും 3 എർത്തുകൾ കൊളൈഡ് ആവാൻ വേണ്ടി വരുന്നതും അങ്ങനെ ഈ കൊളൈഡ് ആവുന്ന ഈ എർത്തുകളിൽ നിന്നിട്ട് നമ്മുടെ ഡൂമിന് പുള്ളിയുടെ ആയിട്ടുള്ള ആ ബാറ്റിൽ വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം. പക്ഷേ ആ ഡൂംസ്റ്റേയിൽ നമ്മുടെ കോമിക്കോൺ നടത്തിയിട്ടുള്ള ആ കാസ്റ്റ് റിവീലാണെങ്കിലും ആ ചെയർ വെച്ചിട്ടുള്ള കാസ്റ്റ് റിവീലാണെങ്കിലും എവിടെയും നമ്മുടെ ടോം ഹോളണ്ട് സ്പൈഡർമാൻ ആ പടത്തിലുണ്ടെന്ന് എവിടെ റിവീൽ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സീക്രട്ട് വാർസിൽ എന്തായാലും പുള്ളി ഉണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാവരും കൺഫേം ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷേ നമ്മുടെ സേഡ് സിംഗിൻ്റെ ക്യാരക്ടർ ഓൾറെഡി സീക്രട്ട് വാർസിൽ വരുന്നുള്ളത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ശരിക്കും ഈ സ്പൈഡി ട്രാക്കർ എന്താണ് പറയുന്നത്? അതിൽ ആദ്യത്തെ ഒരു എക്സ്പ്ലനേഷനാണ്, കുറച്ച് തള്ളായിട്ട് തോന്നും, എന്നാലും ആ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡോക്ടർ ഡൂമിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം കാരണം പുള്ളി നമ്മുടെ ആ ബാറ്റിൽ വേൾഡിലേക്ക് ടെലിപ്പോർട്ടായി. കാരണം അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഗ്ലിച്ചൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ആ എർത്തിൽ നിന്ന് ബാറ്റിൽ വേൾഡിലേക്ക് ഗ്ലിച്ചായി. അങ്ങനെ ആ ഗ്ലിച്ചായിട്ടുള്ള ആ പുതിയ വേൾഡിലായിരിക്കും നമ്മുടെ സ്പൈഡർമാൻ ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം സീക്രട്ട് വാർസിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഡൂംസ്ഡേയുടെ എൻഡിൽ ചിലപ്പോൾ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനോ അങ്ങനെ എന്തെങ്കിലും സാധനം വെച്ചിട്ട് നമുക്ക് കാണിക്കുകയായിരിക്കും. രണ്ടാമത്തെ ഒരു തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ആ സ്പൈഡർ ട്രാക്കർ കാണിക്കുമ്പോൾ ഒരു ഗ്ലിച്ച് കാണിക്കുന്നുണ്ട്. ആ ഗ്ലിച്ചിൽ പല കളേഴ്സ് ഉണ്ടാവും. ഇതേപോലെ ഒരു ഗ്ലിച്ച് നമ്മൾ ഇൻറ്റു ദ സ്പൈഡേഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോ അതേപോലെ ഒരു സംഭവം വെച്ചിട്ട് 2027 നമ്മുടെ സോണിയുടെ സ്പൈഡർവേഴ്സ് ബിയോണ്ട് ദ സ്പൈഡർവേഴ്സ് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഒരു ഹിൻറ്റോ അല്ലെങ്കിൽ ആ ഒരു മൈൽസ് മോറൽ സ്പൈഡർമാൻ ഇവിടെ എൻ്റർ ആവുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാം ചിലപ്പോൾ. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു സ്പൈഡർമാനെ നമ്മുടെ ആ നെഡിൻ്റെ ആ സ്പൈഡി ട്രാക്കർ ട്രാക്ക് ചെയ്തായിരിക്കാം. കാരണം ഓൾറെഡി എന്തായാലും ഇൻകേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ടോബി മെഗ്വയറുടെ യൂണിവേഴ്സൊക്കെ നശിക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. അതേപോലെ ചിലപ്പോൾ വേറൊരു സ്പൈഡർമാനെ ട്രാക്ക് ചെയ്തായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാൻ ആയിരിക്കാം. കാരണം ആ ഒരു എർത്ത് നമ്മുടെ എർത്തുമായിട്ട് ഇൻകേഷൻ നടക്കാൻ വേണ്ടി വരുന്നതുകൊണ്ട് ചിലപ്പോൾ ആ എർത്തിനെ നമ്മുടെ തൊട്ട എർത്തിൻ്റെ അടുത്തായിട്ട് ആയിരിക്കും കാണിക്കാൻ വേണ്ടി പോകുന്നത്. സോ ആ ഒരു എർത്തിൽ നമ്മുടെ ഈ സ്പൈഡർമാൻ ഉള്ള പോലെ ചിലപ്പോൾ അത് കാണിക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അപ്പോഴും ഡൗട്ട് വരും, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ യൂണിവേഴ്സിലുള്ള സ്പൈഡർമാനെ അവിടെ കാണിക്കേണ്ടില്ലേന്ന്, അതായത് 2 സ്പൈഡർമാൻ ഉള്ളവരെ കാണിക്കേണ്ടില്ലേന്ന്. ചിലപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഈ ഡൂംസ്ഡേയുടെ ആ ഫൈറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മുടെ സ്പൈഡർമാൻ ബിസി ആയിരിക്കും. ഇനി ഇതൊന്നും അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു തിയറി ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ആ ഡൂംസ്ഡേയിൽ ചിലപ്പോൾ സ്പൈഡർമാൻ ഉണ്ടാവാം. കാരണം ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ആ 3 എർത്തുകളും എന്തായാലും എർത്തുമായിട്ട് ഈ ഇൻകേഷൻ നടക്കാൻ വേണ്ടി പോവാണ്. ഓൾറെഡി നമ്മുടെ ഈ അവഞ്ചേഴ്സൊക്കെ ആ എക്സ്മെൻ യൂണിവേഴ്സിലേക്ക് ഫൈറ്റ് ചെയ്യാൻ പോകുന്നതൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. അതായത് മൊത്തം ഈ 3 എർത്തുകളും ഒരേ സ്പേസ് ടൈമിൽ തന്നെ ഇങ്ങനെ അടുത്തടുത്തായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതേപോലെ തന്നെ ആയിരിക്കും ഈ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചിട്ടുണ്ടാവുക. നമ്മുടെ ഈ മെയിൻ എർത്തിൽ നിന്ന് സൂം ഔട്ട് ആയിട്ട് സ്പേസിൽ കുറച്ചടുത്ത് നമ്മുടെ മൂണിൻ്റെ ഒക്കെ അടുത്തുള്ള പോലെ ആയിരിക്കും ആ സ്പൈഡി ട്രാക്കർ കാണിച്ചിട്ടുണ്ടാവുക. ചിലപ്പോൾ ആ ഇൻകേഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ വേറൊരു എർത്തിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ പീറ്റർ പാർക്കർ സ്പൈഡർമാൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കും ആ ഒരു സ്പൈഡി ട്രാക്കർ അങ്ങനെ ട്രാക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്തായാലും അതൊന്നും പറ്റത്തില്ല ശരിക്കും. കാരണം ആ സ്പൈഡി ട്രാക്കറിന് അവിടെയുള്ള അൽഗോരിതം ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഭൂമിയുടെ ഉള്ളിലുള്ള സംഭവം മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ സംതിങ് ഈസ് ഫിഷി. സോ ഇത്രയൊക്കെയാണ് ആ പടത്തിൻ്റെ എൻഡിങ്ങും പോസ്റ്റ് ക്രെഡിറ്റ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ചില തിയറീസൊക്കെ ഉണ്ടാവും, അതൊക്കെ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. എന്തായാലും എല്ലാവരും അറിയട്ടെ. ആക്ച്വലി നമ്മുടെ സോണിയുടെ ഈ സ്ക്രിപ്റ്റ്, അതായത് ഫസ്റ്റ് ഇനീഷ്യൽ സ്പൈഡർമാൻ്റെ സ്ക്രിപ്റ്റ് നമ്മുടെ ടോം ഹോളണ്ടിനെ പോലും ഇഷ്ടമല്ലായിരുന്നു. പുള്ളി തന്നെ ഓൾറെഡി ഈ പടത്തിൻ്റെ റിലീസിൻ്റെ ടൈമിൽ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നോ വേ ഹോം സക്സസ് ആയതുകൊണ്ട് തന്നെ ഒരു മൾട്ടിവേഴ്സൽ സ്റ്റോറി ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു സോണിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ ടോബിയുടെയും ആൻഡ്രൂയുടെയും ഒക്കെ സ്പൈഡർമാനൊക്കെ വെച്ചിട്ടുണ്ടത്. പക്ഷേ ആ കാര്യങ്ങളൊന്നും നമ്മുടെ ടോം ഹോളണ്ടിന് ഇഷ്ടപ്പെടാതെയാണ് അവസാനം ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള സ്പൈഡർമാൻ മൂവി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വേറെ രീതിക്ക് ആ പടം മാറ്റിയത്. ആക്ച്വലി അത് നന്നായി. കാരണം മെയിൻലി സ്പൈഡർമാൻ എന്ന് പറയുന്നത് തന്നെ ഇതാണ്, അതായത് എപ്പോഴും മൾട്ടിവേഴ്സും വലിയ വലിയ ത്രെട്ടിനൊന്നും നേരിടുന്നതല്ലാതെ നോർമലായിട്ടുള്ള ഫ്രണ്ട്ലി നെയ്ബർഹുഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിടുന്നതാണ് ശരിക്കും സ്പൈഡർമാൻ. ആക്ച്വലി ഇതിന് മുമ്പ് ഞാൻ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടാവും, വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവിയാണ്. അതായത് ദി ബെസ്റ്റ് സ്പൈഡർമാൻ മൂവി എന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം ദി ബെസ്റ്റായിട്ട് എൻ്റെ മുമ്പിൽ ഇതിന് മുമ്പുള്ള നമ്മുടെ സാം റൈമിയുടെ സ്പൈഡർമാൻ മൂവിയും പിന്നെ ഏറ്റവും ടോപ്പിൽ നോ വേ ഹോം തന്നെയാണ്. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് സ്പൈഡർമാൻ മൂവിയാണ്. പക്ഷേ ദി ബെസ്റ്റ് ഒന്നും പറയില്ല. എന്തായാലും സേഡ് സിംഗിൻ്റെ ക്യാരക്ടർ ഇനി എന്തായാലും സീക്രട്ട് വാർസിന് ശേഷമൊക്കെ നമ്മുടെ MCUവിൽ എന്തായാലും തുടരും. അതുകൊണ്ടായിരിക്കും ഇത്രയും യങ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ എന്തായാലും കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഈ ഒരു ആക്ട്രസിനെ വെച്ചിട്ട് ഒരു 10 കൊല്ലത്തേക്കുള്ള സ്റ്റോറിയോ 20 കൊല്ലത്തേക്കുള്ള സ്റ്റോറിയോ എന്തായാലും പറയാൻ വേണ്ടി പറ്റും. സോ ജീൻ ഗ്രേ ആയിരിക്കും ചിലപ്പോൾ അടുത്ത മ്യൂട്ടൻ സാഗയിൽ മെയിൻ ആയിട്ടുള്ള ഒരു വില്ലനായിട്ട് ത്രെട്ടായിട്ട് ചിലപ്പോൾ കാണിക്കാൻ വേണ്ടി പോവുക. കാരണം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പുള്ളിക്കാരത്തിന് നമുക്കിപ്പോൾ 10 വർഷം ഫോളോ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അങ്ങനെ ആ ഒരു പടത്തിൻ്റെ എൻഡിലോട്ട് കൂടിയിട്ട് ഫീനിക്സ് ഹൗസ് ഒക്കെ ചേർന്നിട്ട്, കാരണം അതേപോലെ തന്നെ ആയിരിക്കും ഇതിന് മുമ്പുള്ള എക്സ്മെൻ സ്റ്റോറീസിലൊക്കെ കാണിച്ചിട്ടുണ്ടാവുക. സോ പെട്ടെന്ന് അത് നമുക്ക് കണക്ട് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ പടം മൂച്ചാൻ കാരണവും.
പക്ഷേ അതൊരു കാര്യം ഇവിടെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. കാരണം നമ്മൾ 10 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ട്രാൻസ്ഫോർമേഷനൊക്കെ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കൺവേ ആയിട്ട് ഒരു പക്ഷേ ജീൻ ഗ്രേനെ ചിലപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു വില്ലനായിട്ട് കാണിക്കുകയായിരിക്കും. സോ എന്തൊക്കെയാണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.